സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അതാ ഒരു വിളിക്കോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തവാഫ് ചെയ്യുന്ന സമയത്ത് ദിക്ർ, പ്രത്യേക ദിക്റുണ്ട്. അവിടെ സ്വലാത്ത് ചൊല്ലലല്ല പതിവ്. അങ്ങനെ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു വീക്ഷിക്കുന്നു. ഉടനെ അല്പസമയം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോനെ ഈ സമയത്തെന്താണ് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ആ കൊച്ചു അതാ മനുഷ്യനത് പറയുന്നു, ഞാനും എന്റെ വാപ്പായും ഉമ്മായും കൂടി ഹജ്ജിന് പുറപ്പെട്ട സമയത്ത് ഹജ്ജിന്റെ വൈകുന്നേരത്തിലെത്തിയപ്പോൾ എന്റെ ഉമ്മാക്ക് ഒരു വയറുവേദന പിടിപെടുകയാണ്, ഉമ്മയുടെ വയറങ്ങ് വീർത്തു പോവുകയാണ്. ഉടനെ അതാ ഹബീബാനബിതങ്ങളോട് സ്വലാത്ത് ഞാൻ ചെല്ലുന്ന മഹാനാണ്, എന്റെ ഉമ്മ ധാരാളം സ്വലാത്ത് ചെല്ലാറുണ്ട്, എന്റെ ഉമ്മ ഇടക്കിടക്ക് നിസ്കരിക്കാറുള്ളെങ്കിലും പക്ഷേ മുത്തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിയാണ്. അങ്ങനെ അതാ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഉമ്മന്റെ അരികിൽ അങ്ങ് കിടന്നുറങ്ങുകയാണ് ക്ഷീണിച്ചുകൊണ്ട്. ഉടനെ ഒരു സ്വപ്നനായകനായിട്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നു. എന്നിട്ടത് അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് എന്റെ ഉമ്മായുടെ വയറങ്ങ് തടവുകയാണ്, മുഖവും തടവുന്നു. അങ്ങനെ അതാ പാടെ മാറിപ്പോവുകയാണ്. ഉടനെ പിന്തിരിഞ്ഞ സമയത്ത് ഞാനതാ തുണിയുടെ കോന്തല ഞാൻ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ആരാധേ നിങ്ങൾ ആരാണ്? ഉടനെ നബിതങ്ങൾ പറയുന്നു, അനനബിയുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓനെ നിന്റെ ഉമ്മ എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന മഹരിയാണ്, അതിന്റെ പ്രതിഫലമാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ നബിതങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലണം, എല്ലാ ഹറാമിൽ നിന്നും പിന്മാറണം. നിര്യാണിക്ക് തായോട്ട് ഡ്രസ് എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പമാരെ മക്കൾക്ക് പാൻറ് അടിക്കുന്ന സമയത്ത് നല്ല രൂപത്തിൽ അടിക്കണേ. എന്റെ ചെറുപ്പക്കാരെ പുരുഷന്റെ ഔറത്ത് കൊണ്ടുപോകുന്നതിന്റെ അടിയിലാണ്. അപ്പൊ ഏതാളാണെങ്കിലും മടക്കുത്തൽ അത് ഹറാമാണ്. കുക്കളിന്റെ മുട്ടിന്റെ മുകളിലേക്ക് എന്റെ ഔറത്ത് ആരെങ്കിലും പുരുഷനായ മറ്റൊരുത്തർ കണ്ടാൽ അത് ഹറാമ് തന്നെയാണ്. സ്ത്രീന്റെ ഔറത്ത് കാണാൻ ഹറാമാണ്, പുരുഷന്റെ ഔറത്ത് കാണാൻ ഹറാമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ശൈലികൾ, മക്കളുടെ മുടിയുടെ ശൈലികള്, നമ്മുടെ മദ്രസയിൽ വരുന്ന കുട്ടികളുടെ പലരുടെയും മുടികൾ തൊപ്പി ഇങ്ങനെ പൊത്തി നിൽക്കുന്നു. എന്തേ അതിന് അടിയിൽ മുടി ധാരാളമുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു ഞങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരായിരുന്നു ഇമാം അഹ്മദ് റസാ ഖാൻ ബറേലി തങ്ങളെ വഫാത്താകുന്നതിന്റെ മുമ്പ് വസിയത്ത് ചെയ്യുന്നു, എന്റെ ഖബറിൽ നിങ്ങൾ കീറുന്ന സമയത്ത് എനിക്ക് ഖബറിൽ നിന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയ കോലത്തിൽ എന്റെ ഖബറിൽ നിങ്ങൾ കീറണേ എന്ന് പറഞ്ഞ മഹാനാണ്. എന്താണ് കാരണമെന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ മഹാനായ അഹ്മദ് റസാ ഖാൻ ആശിഖു റസൂലാണ്. സഹോദരങ്ങളെ, വലിയ ആശിഖു റസൂലാണ്. മുത്തുതങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കവിതകൾ രചിച്ച മഹാനാണ്. ആ ഒരു കവിതയിൽ പെട്ടതാണ് മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം ശംന ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം ശഹീറെ ആറേ ഇറം താജ്ദാരേ ഹറം നൗബഹാരേ ശഫാത്ത് പെലാക്കോ സലാം. ബഹുമാനപ്പെട്ട അഹ്മദ് തങ്ങളെ നബിതങ്ങളും അത് പാടുന്ന മഹാനാണ്. മഹാനവറുകൾ അങ്ങനെ വസിയത്ത് ചെയ്തെങ്കിൽ മഹാന്റെ അതാ ഒരു ഈജിപ്തിലുള്ള ഒരു മഹാൻ പറയവിയിൽ കിടക്കുന്ന, യുപിയിൽ കിടക്കുന്ന, പറയവിയിൽ കിടക്കുന്ന മഹാനവറുകൾ വഫാത്തായ സമയത്ത് അതാ ഇന്ത്യയിലുള്ള ഒരു മഹാൻ സ്വപ്നം കാണുന്നു. സുബ്ഹാനല്ലാഹ്,
അവിടുത്തെ സലാമത്ത് എന്ന കിതാബിൽ ചരിത്രം പറയുന്നുണ്ട്. തങ്ങൾ വഫാത്തായ സമയത്ത് ഈജിപ്തിലുള്ള ഒരു മഹാൻ കാണുന്നു. ഇന്ത്യയിലുള്ള ബറേലി എന്ന സ്ഥലത്തുള്ള ഒരു മഹാൻ വഫാത്തായിട്ടുണ്ട്. നബി തങ്ങളെ കാണുകയാണ് ഈജിപ്തിലുള്ള മഹാൻ. എന്റെ നബി തങ്ങളും സ്വഹാബത്തും കൂട്ടമായി തഖബ്ബലതെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയാണ്? ഉടനെ ഈ മഹാൻ ചോദിച്ചു, നബിയെ, തങ്ങളും സ്വഹാബത്തും എവിടേക്കാണ് പോകുന്നത്? അതേ, ഇന്ത്യയിൽ നിന്ന്, യുപിയിൽ നിന്ന്, ബറേലിയിൽ നിന്ന് ഒരു മഹാന്റെ ജനാസ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിനെ ഞങ്ങൾ സ്വീകരിക്കാനിരിക്കുകയാണ്. ഉടനെ ആ മഹാൻ ഇന്ത്യയിലേക്ക് തേടി പിടിച്ചെത്തുന്നു. അങ്ങനെ ബറേലിയിലെത്തുന്നു, അന്വേഷിക്കുന്നു. റസാഖാൻ തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഈ മഹാൻ സ്വപ്നം കണ്ട അതേ സമയത്ത് അഹ്മദ് റസാഖാൻ ബറേലി തങ്ങൾ വഫാത്തായിരിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കും നമ്മുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. അതിന് പറ്റിയ ശരീരമായിരിക്കണം. നമ്മളൊക്കെ ചോദ്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഖബറിൽ ബുദ്ധ തങ്ങളെ ഫോട്ടോ കാണിച്ചു തരും. ഈ മനുഷ്യനെ അറിയുമെന്ന് ചോദിക്കും സഹോദരങ്ങളെ. അങ്ങനെ അറിയണമെങ്കിൽ നബി തങ്ങളെ സുന്നത്തിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട